പാത്രികീസിന് ആരെ വേണേലും എടുത്ത് ദൂരെ കളയാം. ഓക്കെ, കളയാം. അതിനൊരു ന്യായം വേണ്ടേ, ഒരു നീതി വേണ്ടേ, അല്ലെങ്കിൽ ഒരു അവരുടെ ഭാഗം പറയാനുള്ള ഒരു ന്യായം, അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കണ്ടേ? അങ്ങനെ ഈ പാത്രികീസുകൾ എവിടെയും കാണിച്ചിട്ടുണ്ടോ? 74 എന്താ സംഭവിച്ചു? ഉണ്ടല്ലോ, എല്ലാ കാലത്തും കാണിച്ചിട്ടുണ്ട്. പാത്രികീസ് അവ എല്ലാവരെയും കേൾക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈവൻ അത്താനാസിയോസിനെ വരെ, മാർത്തോമ സഭയുടെ അത്താനാസിയോസിനെ വരെ കേൾക്കാൻ പാത്രികീസ് തയ്യാറായിരുന്നു. പാത്രികീസ് ലിസൺ ചെയ്യാൻ വേണ്ടി അത്താനാസിയോസ് വരുന്നു, കാണാൻ വേണ്ടി, മുഖം കാണിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ പാത്രികീസ് പറഞ്ഞു, അവൻ വരട്ടെ, എനിക്ക് അവനെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. ഇത് കേട്ട് പുലിക്കോട്ടി മെത്രാനാണ് അതിന് തടസ്സം നിന്നത്. അദ്ദേഹമാണ് അതിന് തുരങ്കം വെച്ചത്. അവര് ചില കുതന്ത്രങ്ങളൊക്കെ പ്രവർത്തിച്ച് ഇവരെ തമ്മിൽ കാണിക്കാതിരുന്നു. പാത്രികീസിനെ കാണാൻ വരുന്ന അത്താനാസിയോസിനോട് പാത്രികീസ് വളരെ കോപിഷ്ഠനാണെന്നും അദ്ദേഹത്തിന് തലവേദനയും മേലുകാച്ചിലും ഉണ്ടെന്നും അതുകൊണ്ട് അദ്ദേഹം നിന്നോട് ഭയങ്കര കോപമാണെന്നും ഒക്കെ നുണ പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുക. അവർ തമ്മിൽ കാണാതിരിക്കുകയാണ് ചെയ്തത്, ആ കൂടിക്കാഴ്ച സംഭവിക്കാതിരിക്കാൻ വേണ്ടി. മറ്റൊരു തവണ അദ്ദേഹം എഴുന്നള്ളി വരുന്നു എന്ന് പറഞ്ഞ് കതിനാ പൊട്ടിച്ച്, അപ്പോൾ പാത്രികീസ് ചോദിച്ചു ആരാണ് അത്? ഇങ്ങനെ പാലക്കുന്നത്ത് അത്തനേഷ്യസ് എഴുന്നള്ളുന്നതിന്റെ ബേളാന്ന് പറഞ്ഞു. അവിടെയൊന്നും പാലക്കുന്നത്ത് അത്തനേഷ്യസ് എഴുന്നള്ളി എന്ന് പറഞ്ഞാൽ പാത്രികീസ് വായിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഇവിടെ മലങ്കരയിൽ അതേസമയം പ്രണിത ഹൃദയനായിട്ട്, അനുതാപ വിവശനായിട്ട്, സങ്കടാശ്രുക്കളോടുകൂടെ ധൂർത്തപുത്രനെ പോലെ ഒന്ന് രമ്യപ്പെടാൻ ആഗ്രഹിച്ച് ഈ പാത്രികീസിനെ ഒന്ന് മുഖം കാണിച്ച് മലങ്കര സഭയിൽ താൻ മൂലമുണ്ടായ ഭിന്നതയെ പരിഹരിക്കുവാൻ ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് ശരിക്കും മാത്യൂസ് മാർ അത്തനേഷ്യസ്. അദ്ദേഹത്തിന് പാത്രികീസിനെ കാണാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് വിഘാതം നിന്നതും മലങ്കര സഭയിൽ ഉണ്ടാകാമായിരുന്ന ആ വലിയൊരു ഐക്യത്തിന് തുരങ്കം വെച്ചതും ഈ പുലിക്കോട്ടിൽ ദിവന്നാസിയോസ് എന്ന് പറയുന്ന ആ പൊന്നുമോനാണ്. അതിന്റെ ചരിത്രം അത് ഞാൻ കാണിക്കാം, എന്റെ ഡോക്യുമെന്റ് എവിഡൻസ് കാണിക്കാം, എവിടെയാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു വിധ ബൗദ്ധിക സത്യസന്ധതയും ഇവര് പ്രകടിപ്പിക്കുന്നില്ല. നോ ഇന്റലക്ച്വൽ ഹോണസ്റ്റി, യാതൊരു ഭൗതിക സത്യസന്ധതയുമില്ല. നോ റെഫറൻസ്, നോ ഇന്റലക്ച്വൽ ഹോണസ്റ്റി. ചുമ്മാ ഇവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തോ വലിയ സത്യം പോലെ അങ്ങ് അവതരിപ്പിക്കുക. അപ്പൊ അത് ഞാൻ മുമ്പേ പറഞ്ഞ അത് വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. അത് ഞാൻ പറഞ്ഞ മാർത്തോമ സഭയിലെ ഒരു കത്തനാര് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതാണ്ട് ഇത് അവനെ മാത്യൂസ് മാർ അത്താനാസിയോസിനെ കാണുന്നതിന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ദൂരെ വെച്ച് തന്റെ വരവ് ഞാൻ കാണുന്ന പക്ഷം ഓടിച്ചെന്ന് ചുംബനം ചെയ്യുന്നതായിട്ടും കാത്തിരിക്കുന്നു എന്നും മറ്റും പറഞ്ഞു. ഇങ്ങനെ വർത്തമാനത്തിൽ സന്തോഷം വർദ്ധിക്കുന്നുവെന്ന് കുര്യൻ റൈറ്ററും വാക്കർ സാഹിബും കണ്ടപ്പോൾ വക്കീൽ സാഹിബ് വന്നിട്ടുണ്ട്, ആലോചിക്കേണ്ട സംഗതികൾ വളരെയുണ്ട്, അതിനാൽ ഇവരുമായുള്ള സംഭാഷണം നിർത്തി അയക്കുന്നതിന് ബാവായെ അറിയിപ്പാൻ പുലിക്കോട്ട് മെത്രാച്ചനെ ശട്ടം കെട്ടി. മെത്രാച്ചൻ ഈ വിവരം പറയാൻ ആരംഭിച്ചപ്പോൾ ബാവ ദേഷ്യപ്പെട്ടു പുലിക്കോട്ട് മെത്രാച്ചനെ ആട്ടിയം വെച്ച് ബാവ ഇവിടെ വരുവാനുള്ള എന്ന് പറഞ്ഞാൽ ടോട്ടലി മിസ്ലീഡ് ചെയ്തു. അപ്പം ഈ ഒരു സംഭാഷണം ഉണ്ടാകാതെയും ഒരു ഐക്യം ഉണ്ടാകാതെയും അവര് കളിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോ ആ ബുക്ക് ഇതാണ് പുസ്തകം. താഴത്ത് മുന്നത്ര ചാണ്ടപ്പുള്ള കത്തനാരുടെ ഡയറി കുറിപ്പുകൾ. ഇദ്ദേഹം കോട്ടയത്തെ